ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വളരെ പ്രതീക്ഷയോടെയാണ് സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നതെന്നും സർക്കാരിനെതിരെയും MLA-ക്കെതിരെയും നിരന്തര സമരങ്ങൾ നയിച്ച നേതാക്കൾ ഈ മണ്ണ് മാറ്റത്തിന് ഒരുക്കിയതായും UDF സ്ഥാനാർത്ഥി PK നവാസ് പറഞ്ഞു. UDF പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന് ഇത്തവണ റിസൾട്ട് ഉണ്ടാകുമെന്നും 2 പരാജയങ്ങളെക്കുറിച്ച് പാർട്ടി നന്നായി പഠിച്ചിട്ടുണ്ടെന്നും ഇടത് സ്ഥാനാർത്ഥിക്ക് ആത്മവിശ്വാസത്തോടെ വന്നു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണെന്നും UDF-ന്റെ വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ പ്രതീക്ഷയോടെയാണ് സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നതെന്ന് UDF സ്ഥാനാർത്ഥി PK നവാസ് പറഞ്ഞു. വളരെ പ്രതീക്ഷയോടു കൂടിയാണ് താനൂരിലെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്. നിങ്ങൾക്കറിയാം, പാർട്ടിയുടെ പ്രഗത്ഭരായ 2 നേതാക്കന്മാരും ഇവിടെയുണ്ട്. നമ്മുടെ ചെയർമാൻ രത്നാകരനുണ്ട്, പാർട്ടിയുടെ പ്രസിഡന്റ് നമ്മുടെ തങ്ങളുണ്ട്. ഈ ജില്ലയിൽ, ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി സർക്കാരിനെതിരെ, നിലവിൽ MLA-ക്കെതിരെ നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തി ഈ മണ്ണ് ഒരു മാറ്റത്തിന് ഒരുക്കി വെച്ചത് പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാവരും കൂടിയാണ്. ഒരു നിയോഗം പോലെയാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത്. സ്വാഭാവികമായി ഇവിടുത്തെ UDF-ന്റെ പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനത്തിന് ഇത്തവണ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കാം. നിങ്ങൾക്കറിയാം, കേരളത്തിലുടനീളം ഇടതുപക്ഷ തരംഗം ഉണ്ടായപ്പോഴും വളരെ തുച്ഛമായ വോട്ടിനാണ് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഡിഫൻസ് വളരെ കൃത്യമായിരുന്നു എന്നതാണ്. അപ്പോൾ അന്ന് പറ്റിയിട്ടുള്ള, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റിയിട്ടുള്ള തെറ്റുകൾ കൂടി തിരുത്തിക്കൊണ്ട് അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോവാണ്. സർക്കാരിനെതിരെയും MLA-ക്കെതിരെയും നിരന്തര സമരങ്ങൾ നടത്തി ഈ മണ്ണ് മാറ്റത്തിന് ഒരുക്കി വെച്ചത് ഇവിടുത്തെ നേതാക്കളാണ്. മാറ്റം ഇത്തവണ സുനിശ്ചിതമാണെന്നും PK നവാസ് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ 4-5 വർഷക്കാലമായി സർക്കാരിനെതിരെ, ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള MLA-ക്കെതിരെയൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളുടെയും അതുപോലെ തന്നെ UDF-ന്റെ ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള വലിയ പോരാട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കൽ, ജനങ്ങളെ വിശ്വാസം എടുത്തുള്ള മുന്നോട്ടുള്ള പോക്ക് അത് സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ രൂപത്തിൽ, വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ, 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ താനൂർ UDF-ന്റെ കോട്ടയിൽ എണ്ണപ്പെടുന്ന ഒന്നായിരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വാസം. UDF പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന് ഇത്തവണ റിസൾട്ട് ഉണ്ടാകുമെന്നും കൈവിട്ടുപോയത് എങ്ങനെയെന്ന് പാർട്ടി നന്നായി പഠിച്ചിട്ടുണ്ടെന്നും PK നവാസ് പറഞ്ഞു.